പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും കൊമേഴ്സ് ഫോർ HSS യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി അക്കൗണ്ടൻസിയുടെ 9ാം അധ്യായം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റായ ബാലൻസ് ഷീറ്റ്, ബാക്കി പത്രം എങ്ങനെ തയ്യാറാക്കാം, ഇതിൻ്റെ ഒരു തിയറി പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്ന് പറഞ്ഞു. അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻക്ലൂഡ്സ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. രണ്ട് ഇതാണ് വരുന്നത്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും രണ്ടാമത്തേത് ബാലൻസ് ഷീറ്റും. ഇപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ബാലൻസ് ഷീറ്റ്. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് prepared to show the financial position of a business. ഒരു ബിസിനസ് സാമ്പത്തിക നില, സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. ഇപ്പൊ സാമ്പത്തിക സ്ഥിതി ഒരു സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതി, അല്ലെ ഒരാളുടെ സാമ്പത്തിക നില നമ്മൾ എങ്ങനെ പരിശോധിക്കുക? അയാളുടെ ആസ്തികളും ബാധ്യതകളുമാണ് പരിശോധിക്കുന്നത്. ഒരാളുടെ സാമ്പത്തികമായി നല്ല രീതിയിൽ ആണ് അല്ലെ മോശം നിലയിലാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? അയാളുടെ ആസ്തികളാണ്, അയാൾക്ക് എത്രമാത്രം അസറ്റ്സ് ഉണ്ട്, എത്രമാത്രം ലയബിലിറ്റീസ് ഉണ്ട് അല്ലെ. അപ്പൊ അസറ്റ്സ് കൂടുതലും ലയബിലിറ്റീസ് കുറവുമാണെങ്കിൽ നമുക്ക് അറിയാം അയാൾ ഫിനാൻഷ്യലി സൗണ്ട് ആണെന്ന് അറിയാം. നേരെ തിരിച്ച് ലയബിലിറ്റീസ് കൂടുതലും അസറ്റ് കുറവാണെങ്കിൽ നമുക്ക് എന്താ പറയാം, ഈസ് ഫൈനാൻഷ്യലി നോട്ട് സൗണ്ട് അല്ലെ. കുറെ കാലം ഉണ്ടാവും. ഇപ്പൊ ആസ്തികൾ മുഴുവനും വിറ്റാൽ എന്തെങ്കിലും കറക്റ്റിയില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾ എന്താണ് ഫിനാൻഷ്യലി നോട്ട് സൗണ്ട് അല്ലെ, സാമ്പത്തികമായി നല്ല നിലയിലല്ല. അപ്പൊ അത് പരിശോധിക്കാൻ വേണ്ടി ബിസിനസ് സ്ഥാപനത്തിന്റെ സാമ്പത്തിക നില പരിശോധിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പറയാ ബാലൻസ് ഷീറ്റ്. ഇപ്പൊ എന്താണ് ബാലൻസ് ഷീറ്റ് നമുക്ക് നോക്കാം. ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് prepared for showing the financial position of a business, summarizing its assets and liabilities at a given date. It is a statement, it is not an account. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു അക്കൗണ്ട് അതായത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. ഇതെന്താണ് ഒരു പത്രികയാണ് അല്ലേ. പ്രിപ്പയർഡ് ഫോർ ഷോയിങ് എന്ത് കാണിക്കാൻ വേണ്ടിയാണ്? ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക നില ഓഫ് ദ ബിസിനസ്. എങ്ങനെ കാണിക്കുന്നത്? സാമ്പത്തിക നില എങ്ങനെയാണ് കാണിക്കുന്നത്? സമ്മറൈസിങ് ഇറ്റ്സ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അപ്പോൾ ആസ്തികളും ബാധ്യതകളും എന്താ സംക്ഷിപ്ത രൂപത്തിൽ അറ്റ് എ ഗിവൺ ഡേറ്റ്, ഒരു പർട്ടിക്കുലർ ഡേറ്റിലാണ്. അതാണ് ഒരു പർട്ടിക്കുലർ ഡേറ്റ് അത്. ഇപ്പോൾ അസറ്റ്സ്, അപ്പം നമ്മൾ അസറ്റ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് അസറ്റ് ഉണ്ട്, കറണ്ട് അസറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ കറണ്ട് അസറ്റ്സ് എടുക്കാൻ നമ്മൾ കറണ്ട് അസറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്യാഷ്. നമ്മുടെ ക്യാഷ് പൊസിഷൻ, നമ്മുടെ ക്യാഷ് ബാലൻസ് ഓരോ ദിവസവും എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യും അല്ലേ. ഇന്നുള്ള ക്യാഷ് ബാലൻസ് ആയിരിക്കില്ല നാളെ ഉണ്ടാവുക. ഓരോ ദിവസവും നമ്മുടെ കയ്യിലുണ്ടാകുന്ന ക്യാഷ് ബാലൻസ് നമ്മൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അസറ്റിൻ്റെ വിലയും അതുപോലെ ലയബിലിറ്റീസ്, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഡേയിൽ ലോൺ ഏതെങ്കിലും ലോൺ തിരിച്ചടക്കുന്നില്ല, അപ്പോൾ നമ്മൾ ലയബിലിറ്റീസ് ചിലപ്പോൾ കുറയാം അല്ലെങ്കിൽ ലയബിലിറ്റീസ് കൂടാം. അതുപോലെ അസറ്റിൻ്റെ വിലയിൽ വ്യത്യാസം വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ആ പർട്ടിക്കുലർ ഡേറ്റിലേക്ക് മാത്രമാണ് ആ ബാലൻസ് ഷീറ്റ് കറക്റ്റ് ആവുക. നെക്സ്റ്റ് ഡേ ആകുമ്പോൾ എന്താവും, ബാലൻസ് ഷീറ്റ് മാറും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ 2021 മാർച്ച് 31 ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി വിചാരിക്കാം. 2021 മാർച്ച് 31 ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി. അപ്പോൾ നമ്മൾ അതിനകത്ത് ക്യാഷ് ഇൻ ഹാൻഡ് എടുത്തിട്ടുണ്ടാവും അല്ലേ. ഇത് ഏപ്രിൽ 1 ആകുമ്പോൾ ഈ ക്യാഷ് ഇൻ ഹാൻഡ് എന്താവും, അന്ന് സെയിൽസ് നടക്കും അല്ലേ, അന്ന് ചിലപ്പോൾ എക്സ്പെൻസ് വരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ക്യാഷ് ബാലൻസ് ഉണ്ടാവും. സെയിം ആയിരിക്കുമോ? മാർച്ച് 31 ക്യാഷ് ബാലൻസ് തന്നെയായിരിക്കും ഏപ്രിൽ 1 ഉണ്ടാവുക? നോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ആ ഒരു ഡേറ്റിൽ മാത്രമാണ് ബാലൻസ് ഷീറ്റ് തയ്യാറാകുന്നത് അല്ലേ, കറക്റ്റ് ആകുന്നത്. അതെന്താന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അറ്റ് എ പർട്ടിക്കുലർ ഡേറ്റ് ഓർ എ ഗിവൺ ഡേറ്റ്. അപ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഷോസ് ദ വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ ബിസിനസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. ഒരു നിശ്ചിത തീയതിക്ക് ഉണ്ടാകുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ആസ്തികളുടെയും ബാധ്യതകളുടെയും മൂല്യങ്ങൾ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ബാലൻസസ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ് ദാറ്റ് ഹാവ് നോട്ട് ബീൻ ട്രാൻസ്ഫേർഡ് ടു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ആർ ടു ബി ക്യാരിഡ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഇയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഓപ്പണിംഗ് എൻട്രി. അപ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ ട്രയൽ ബാലൻസ് തയ്യാറാക്കിയപ്പോൾ അല്ലെ, ട്രയൽ ബാലൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കിയപ്പോൾ നമ്മൾ അതിനകത്ത് എല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസ് അല്ലേ, എല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസ് എവിടെ ഉണ്ടാവും? ട്രയൽ ബാലൻസിനകത്ത് ഉണ്ടാവും.
അപ്പോൾ എല്ലാ അക്കൗണ്ടുകളിലും നമ്മൾ അക്കൗണ്ടുകൾ 5 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, എക്സ്പെൻസ് ആൻഡ് ഇൻകംസ് ഓർ റവന്യൂസ്. അപ്പോൾ ഇൻകംസും അല്ലെ റവന്യൂസ് അതുപോലെ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിങ് ഇറ്റ് ടു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ഒരു വർഷത്തിന്റെ അവസാനം എന്ത് ചെയ്യുന്നു, എല്ലാ എക്സ്പെൻസുകളും അതുപോലെ എല്ലാ റവന്യൂസും എന്ത് ചെയ്യുന്നു, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ആ അക്കൗണ്ടുകളൊക്കെ നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് ബാക്കി വരുന്നത് എന്തൊക്കെയാണ്, അസറ്റും ലയബിലിറ്റീസും ക്യാപിറ്റലും അവിടെ ബാലൻസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം അക്കൗണ്ടുകൾ എന്താണ്, ചില അക്കൗണ്ടുകൾ നമ്മൾ ഒരു വർഷം ക്ലോസ് ചെയ്യുന്നില്ല, ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു നെക്സ്റ്റ് ഇയർ അല്ലെ ഫോർവേഡ് ടു നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷത്തേക്ക് മാറ്റുകയാണ് അല്ലേ. അപ്പോൾ ഈ വർഷത്തെ ക്യാഷ് ബാലൻസ് അടുത്ത വർഷം ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരും. അതുപോലെ ഈ വർഷത്തെ ക്ലോസിംഗ് ഡേറ്റിലുള്ള അസറ്റ്സ് ഒക്കെ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ഡേറ്റിലെ അസറ്റായിട്ട് മാറും. അതുപോലെ ലയബിലിറ്റീസ്, ഈ വർഷം ഉണ്ടാകുന്ന ലയബിലിറ്റീസ് നമ്മൾ കൊടുത്തു തീരാത്തോളം കാലം എന്താണ് നമ്മുടെ ബാധ്യത തന്നെയാണ് അല്ലേ. അപ്പോൾ 31-ാം തീയതിയുള്ള ബാധ്യത ഏപ്രിൽ 1-ാം തീയതി ഓപ്പണിംഗ് ഡേറ്റിലും അത് അതേ ബാധ്യത അവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു പുതിയ ഓപ്പണിംഗ് എൻട്രി ചെയ്തുകൊണ്ട് നമ്മൾ ഈ അക്കൗണ്ടുകളൊക്കെ അടുത്ത വർഷത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പം അങ്ങനെയുള്ള അക്കൗണ്ടുകളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്താ പറയുന്നത്, ബാലൻസ് ഷീറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് നമ്മൾ എടുക്കുന്നത് ഏതൊക്കെ അക്കൗണ്ടുകളാണ്, അസറ്റും ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അക്കൗണ്ട്സ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റീസ് ആർ ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓർ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് 2 സൈഡാണ്, ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡ്. നമ്മൾ അക്കൗണ്ട് പറഞ്ഞാൽ ഡെബിറ്റും ക്രെഡിറ്റും പറയുന്നില്ല, അതേപോലെ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്താണ്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡ് എന്ന് പറഞ്ഞു അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അതിന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് കോൾഡ് ലയബിലിറ്റി സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് കോൾഡ് അസറ്റ് സൈഡ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് 2 സൈഡാണ്, ഒന്ന് അസറ്റ് സൈഡും മറ്റേ ലയബിലിറ്റി സൈഡും. ലയബിലിറ്റി സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇടത് ഭാഗത്താണ് ലയബിലിറ്റീസ് എഴുതുന്നത്. ലയബിലിറ്റീസിനകത്ത് ആദ്യം നമ്മൾ എന്തൊക്കെയാണ്, ക്യാപിറ്റൽ അക്കൗണ്ടും ലയബിലിറ്റീസുമാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ് ആൻഡ് അതർ ഡെബിറ്റ് ബാലൻസ് ആർ ഷോൺ ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് വിച്ച് ഈസ് നോൺ ആസ് അസറ്റ് സൈഡ്. ഇപ്പോൾ റൈറ്റ് സൈഡ് അസറ്റ് സൈഡാണ്. അസറ്റ് സൈഡിൽ നമ്മൾ അസറ്റ്സും അതുപോലെ ഡെബിറ്റ് ബാലൻസ് വരുന്ന എല്ലാ അക്കൗണ്ടുകളും. ഇപ്പോൾ നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് വരുന്ന അക്കൗണ്ടുകളൊക്കെ ലയബിലിറ്റി സൈഡിലും ഡെബിറ്റ് ബാലൻസ് വരുന്ന അക്കൗണ്ടുകളൊക്കെ അസറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് നമ്മൾ നോക്കുക, ഒരു സൈഡിൽ അതാണ് ലയബിലിറ്റീസും ക്യാപിറ്റലുമാണ്, മറ്റേ സൈഡിൽ അസറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ പഠിക്കും. എന്താ അക്കൗണ്ടിങ് ഇക്വേഷൻ, അക്കൗണ്ടിങ് ഇക്വേഷൻ എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ അല്ലേ. അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ അസറ്റ്സ് ഒരു സൈഡിൽ അസറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ അസറ്റ് ആണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ എടുക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഏതൊക്കെ എടുക്കുന്നത്, ലയബിലിറ്റീസും ക്യാപിറ്റൽ. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ബാലൻസ് ഷീറ്റിന്റെ 2 സൈഡും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതാണ് അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ആ ഇക്കോണിക് ഇക്വേഷൻ ആണ് നമ്മളിവിടെ എന്ത് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്യുന്നത് നമുക്കറിയാം, ലെഫ്റ്റ് ഹാൻഡ് സൈഡും എന്താണ് റൈറ്റ് ഹാൻഡ് സൈഡും എന്തായിരിക്കും, ബാലൻസ് ഷീറ്റിന്റെ 2 സൈഡും എപ്പോഴും ഈക്വൽ ആയിരിക്കണം. നോ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഫോർ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആൻഡ് പാർട്ണർഷിപ്പ്. അത് നമ്മൾ നേരത്തെ പലതരം ബിസിനസ് സ്ഥാപനങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, ഇങ്ങനെ പല ടൈപ്പ് ബിസിനസ് ഉണ്ട്. ഇതിൽ നമുക്ക് പറയുന്നത് പ്രധാനമായിട്ടും സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, അതുപോലെ പാർട്ണർഷിപ്പ്, അതുപോലെ ജോയിന്റ് ഹിന്ദു ഫാമിലി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കൊന്നുമില്ല ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് പ്രത്യേകിച്ച് ഫോർമാറ്റൊന്നും ഇല്ല. നമ്മളെല്ലാ അസറ്റ്സും റൈറ്റ് ഹാൻഡ് സൈഡിലും അതുപോലെ എല്ലാ ലയബിലിറ്റീസും ക്യാപിറ്റലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും എടുത്താൽ മതി. ബട്ട് ഇൻ കേസ് ഓഫ് കമ്പനീസ്, കമ്പനിയുടെ കാര്യത്തിൽ എന്താണ്, ഷെഡ്യൂൾ 3 പാർട്ട് 1 ഓഫ് കമ്പനീസ് ആക്ട് 2013 പ്രിസ്ക്രൈബ്സ് എ ഫോർമാറ്റ് ഫോർ കമ്പനീസ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാൻ പ്രത്യേകം ഒരു ഫോർമാറ്റ് പറയുന്നുണ്ട്. കമ്പനീസ് ആക്ട് 2013 ഷെഡ്യൂൾ 3 പാർട്ട് 1. അപ്പോൾ പ്രത്യേക ഒരു ഷെഡ്യൂളിനകത്ത് എങ്ങനെയാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഉണ്ടായിരിക്കേണ്ടത്, ഏത് ഐറ്റമാണ് ആദ്യം വരുന്നത്, ഏത് ഐറ്റമാണ് അവസാനം വരുന്നത്, അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്, അസറ്റ്സ് ഒക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യണം, ലയബിലിറ്റീസ് ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത്, ഇത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞത് കമ്പനീസ് ആക്ടിനകത്ത് പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ആ പ്രത്യേക ഫോർമാറ്റിൽ മാത്രമേ തയ്യാറാക്കാൻ പറ്റൂ. ബാക്കിയുള്ള ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ എന്താ പ്രത്യേകിച്ച് ഫോർമാറ്റൊന്നുമില്ല.
നമ്മൾ അസറ്റ്സ് ഒരു സൈഡിലും ലയബിലിറ്റീസ് ക്യാപിറ്റലും മറ്റേ സൈഡിലും എടുത്താൽ മതി. ഇനി നമ്മൾ നോക്കുക റിലവൻറ്റ് ഐറ്റംസ് ഇൻ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് എന്തൊക്കെയാണ് നോക്കാം. ഒന്ന് കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു ക്യാഷ് വിത്തിൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നതോ അല്ലെ ക്യാഷിന്റെ രൂപത്തിൽ പണത്തിന്റെ രൂപത്തിലുള്ളതുമായ അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യാം, കറണ്ട് അസറ്റ് പറയാം. ഒന്നുകിൽ ക്യാഷിന്റെ രൂപത്തിലായിരിക്കണം, പണത്തിന്റെ രൂപത്തിലായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പണമാക്കി മാറ്റാൻ പറ്റുന്നതായിരിക്കണം. അപ്പം അതിനുള്ള അസറ്റുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കറണ്ട് അസറ്റ്സ് എന്ന് പറയാം. കറണ്ട് അസറ്റിനാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെ. ക്യാഷ് ഇൻ ഹാൻഡ് പിന്നെ ക്യാഷ് ആക്കി മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ ക്യാഷ് ബാങ്കിലുള്ള പൈസ നമുക്ക് എന്ത് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ പറ്റും, അത് ക്യാഷ് ആക്കി മാറ്റാം. പിന്നെ വരുന്നതാണ് ഡെറ്റേഴ്സ് വരാം അല്ലേ. ഡെറ്റേഴ്സ് എന്താണ്, നമ്മൾ പൈസ തരാനുള്ള ആളുകളോ അവരെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പൈസ ചോദിക്കാം, അല്ല അവർക്ക് നമുക്ക് പൈസ എപ്പോഴും കളക്ട് ചെയ്യാം. അല്ലെ ബിൽസ് റെസീവബിൾ. പിന്നെ അതുപോലെ ബിൽസ് റെസീവബിൾ, നമുക്ക് പൈസ കിട്ടാനുള്ള റെസീവബിൾ കിട്ടാനുള്ള പൈസയാണ്, അതൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കളക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ പിന്നെ ബാലൻസ് ഉള്ള ഗുഡ്സ് ഉണ്ടാവും, അത് നമുക്ക് ഏത് സമയം വേണമെങ്കിലും എന്ത് ചെയ്യാം, മാർക്കറ്റിൽ വിറ്റ് ക്യാഷ് ആക്കി മാറ്റാം. ഒരു വർഷത്തിനുള്ളിൽ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന എല്ലാ ആസ്തികളെയും നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് അസറ്റ്സ് വരും. അസ്ഥിരാസ്തികൾ, സ്ഥിരമല്ലാതെ ആസ്തികൾ. രണ്ടാമത് വരുന്നത് കറണ്ട് ലയബിലിറ്റീസ് ആണ്. ലയബിലിറ്റീസ് വിച്ച് ആർ എക്സ്പെക്ടഡ് ടു ബി പെയ്ഡ് വിത്തിൻ എ ഇയർ ആൻഡ് ടു ബി പെയ്ഡ് ഔട്ട് ഓഫ് കറണ്ട് അസറ്റ്സ്. ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചടക്കേണ്ട എല്ലാ ബാധ്യതകളെയും നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് ലയബിലിറ്റീസ് അറിയും. അത് എവിടെയാണ് കറണ്ട് അസറ്റിനകത്താണ് അടക്കേണ്ടത്. കറണ്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് അടക്കേണ്ടതും ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചടക്കേണ്ടതുമായ എല്ലാ ബാധ്യതകളും, എല്ലാ ലയബിലിറ്റീസിനെയും നമ്മൾ എന്ത് ചെയ്യാം, കറണ്ട് ലയബിലിറ്റീസ് അറിയും. ഇവിടെ നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് അറിയാം. ഒന്ന് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഓവർ ഡ്രാഫ്റ്റ് നമുക്കറിയാം, ഷോർട്ട് ടേം ക്രെഡിറ്റ് ഗിവൺ ബൈ ബാങ്ക് ഫോർ കസ്റ്റമേഴ്സ് അല്ലേ. അക്കൗണ്ട് ഹോൾഡർക്ക് എന്ത് ചെയ്യാം, അവരുടെ അക്കൗണ്ടിൽ നിന്നും ഒരു നിശ്ചിത തുക വിഡ്രോ ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്ന ഒരു ഇതാണ് സിസ്റ്റമാണ് എന്തുകൊണ്ട് ഓവർ ഡ്രാഫ്റ്റ്. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ഷോർട്ട് ടേം ആണ്, അപ്പോൾ നമ്മൾ പത്രം തിരിച്ചു കൊടുക്കേണ്ട ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഈസ് എ കറണ്ട് ലയബിലിറ്റി. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് വരാം, നമ്മൾ പൈസ എന്താ കടമായിട്ട് വാങ്ങിക്കാം ആൾക്കാർ സപ്ലൈസിലേക്ക് സാധനം കടമായിട്ട് വാങ്ങിക്കും. അപ്പോൾ കടമായിട്ട് വാങ്ങിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ 2-3 മാസം അവർ ടൈം തരും അല്ലെ, ചിലപ്പോൾ ഒരാഴ്ചയേക്കാം 2 ആഴ്ചയേക്കാം അല്ലെങ്കിൽ 1 മാസമായിരിക്കും ക്രെഡിറ്റ് കാലാവധി. അപ്പോൾ ക്രെഡിറ്റ് പീരീഡ് നടക്കുന്ന തിരിച്ചു കൊടുക്കണം. ഇതാണ് ക്രെഡിറ്റേഴ്സ് പറയുന്നത്. അതുപോലെ ബിൽസ് പേയബിൾ. ബിൽസ് പേയബിൾ ആണ് നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളുകൾക്ക് നമ്മൾ തൽക്കാലം ബില്ല് എഴുതി കൊടുക്കുന്നതാണ് ബിൽസ് പേയബിൾ. അതും നിശ്ചിത പീരീഡ് ഉണ്ടാവും, 2 മാസം അല്ലെങ്കിൽ 3 മാസം സമയം ഉണ്ടാവും. ആ സമയത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ എമൗണ്ട് തിരിച്ചു കൊടുക്കണം. പിന്നെ അതുപോലെ ഷോർട്ട് ടേം ലോൺസ് ഉണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഷോർട്ട് ടേം ലോൺസ്, ഇപ്പോൾ 1 മാസത്തേക്ക് ലോൺ എടുക്കാം അല്ലെങ്കിൽ 1 വർഷത്തേക്ക് ലോൺ എടുക്കാം. അപ്പോൾ ആ വർഷത്തിനുള്ളിൽ നമ്മൾ അത് തിരിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ ഷോർട്ട് ടേം ലോണുകളൊക്കെ ഉണ്ടാവും കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ ലയബിലിറ്റീസ് വിച്ച് ആർ ടു ബി റീപെയ്ഡ് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് 1 ഇയർ. ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചു നൽകേണ്ട എല്ലാ ബാധ്യതകളെയും നമുക്ക് അറിയാം കറണ്ട് ലയബിലിറ്റീസ് ആയിട്ട് എടുക്കാം. ഇത് ഫിക്സഡ് അസറ്റ്സ് ആണ്. ഫിക്സഡ് അസറ്റ്സ് നമുക്കറിയാം, അസറ്റ്സ് ഹെൽഡ് ഓൺ ലോങ് ടേം ബേസിസ് ഇൻ ദ ബിസിനസ്. സച്ച് അസറ്റ്സ് ആർ നോട്ട് അക്യൂർഡ് ഫോർ ദ പർപ്പസ് ഓഫ് റീസെയിൽ. വിൽക്കാൻ വേണ്ടിയല്ല വാങ്ങിക്കുന്നത് അല്ല, ഇത്തരം ആസ്തികൾ നമ്മൾ എന്ത് ചെയ്യാം, വിൽക്കാൻ വേണ്ടി വാങ്ങിക്കുന്നതല്ല. അപ്പോൾ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി, ലോങ് ടേം ആവശ്യത്തിന് വേണ്ടി, ദീർഘകാല ആവശ്യത്തിന് വേണ്ടി വാങ്ങിക്കുന്ന ആസ്തികളെയാണ് നമ്മൾ എന്ത് ചെയ്യാം, ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈസ് യൂസ്ഡ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, സേ 10 years, 20 years or 50 years എക്സെട്ര. അപ്പോൾ ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി, ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി വാങ്ങിക്കുന്ന ആസ്തികളെ നമ്മൾ എന്താ പറയുക, ഫിക്സഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്ഥിരാസ്തികൾ എന്ന് പറയും. അപ്പോൾ നമ്മൾ ലാൻഡ്, ബിൽഡിങ്, ഫേർണിച്ചർ, മെഷീനറി ഇതൊക്കെ എന്താണ് ഫിക്സഡ് അസറ്റ്സ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഇപ്പം ഫിക്സഡ് അസറ്റ്സ് തന്നെ നമുക്കൊരു ഇൻടാഞ്ചിബിൾ അസറ്റ്സ് വിച്ച് കനോട്ട് ബി സീൻ ഓർ ടച്ച്. കാണാനോ ടച്ച് ചെയ്യാനോ പറ്റാതെ അസറ്റുണ്ട്. ഇപ്പോൾ പേറ്റന്റ്, ഇപ്പോൾ ഒരു പിന്നെ മെഡിസിൻ മാനുഫാക്ചറിങ് കമ്പനി ആയിരിക്കാം, മെഡിസിൻ മാനുഫാക്ചറിങ് കമ്പനിയാണ്. ആ മെഡിസിൻ കണ്ടുപിടിച്ച ആളുണ്ടാവും അല്ലേ, അതിൻ്റെ ടെക്നിക്ക് കണ്ടുപിടിച്ച ആളുണ്ടാവും, അതിൻ്റെ ഫോർമുല കണ്ടുപിടിച്ച ആളുണ്ടാവും. അപ്പോൾ അയാൾക്ക് ഈ ടെക്നിക്ക് അവർ പൈസ കൊടുത്ത് വാങ്ങിക്കും. അപ്പോൾ അത് നമ്മൾ പേറ്റന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് വർഷക്കാലം ഉപയോഗിക്കും അല്ലേ, 50 വർഷം 60 വർഷം നമുക്ക് അത് ഉപയോഗിക്കാം. അതുപോലെ ബുക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ ബുക്ക് എഴുതിയ ആളുകൾക്ക് എന്ത് ചെയ്യും, അതിൻ്റെ അവകാശം, പകർപ്പവകാശം, കോപ്പി റൈറ്റ് അതും എന്താണ് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ഇപ്പോൾ കോപ്പി റൈറ്റ്, അതുപോലെ ഗുഡ് വില്, സ്ഥാപനത്തിന് സൽപ്പേരുണ്ടാവും അല്ലേ, ഇതൊക്കെ നമ്മൾ എന്താണ്
ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. അപ്പം ഇങ്ങനെയുള്ള അസറ്റുകൾ നമ്മൾ ലോങ് ടേമിലേക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും നമ്മൾ എന്താണ് ഇറ്റ് ഓൾസോ ആൻ അസറ്റ്. ഇൻടാഞ്ചിബിൾ ആണ്, ഇറ്റ് കനോട്ട് ബി സീൻ ഓർ ടച്ച്. നമുക്ക് കാണാനോ ടച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോപ്പി റൈറ്റ് നമ്മളൊരു പബ്ലിഷ് ചെയ്യുന്ന ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ ഈ എഴുത്തുകാർക്ക് നമ്മൾ ആ ബുക്ക് നമ്മളൊരു വില കൊടുത്ത് വാങ്ങിക്കും. ആ കൊടുക്കുന്ന വിലക്കാർ നമ്മൾ എന്ത് ചെയ്യുക, റോയൽറ്റി എന്ന് പറയും. അപ്പോൾ റോയൽറ്റി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ബുക്ക് നമ്മുടെ അവകാശം. പിന്നെ ഇപ്പോൾ നമുക്ക് എത്ര കോപ്പി കൊണ്ട് കഴിക്കാം. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, റോയൽറ്റി നമ്മൾ ഒരു 1 ലക്ഷം 2 ലക്ഷം കൊടുത്ത് വാങ്ങിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, 20 വർഷം 30 വർഷം നമ്മൾ ആ ബുക്ക് പബ്ലിഷ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് നമുക്ക് അത്രയും വർഷം ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ എന്താ പറയുക, ലോങ് ടേം അസറ്റാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. നമുക്ക് കാണാൻ പറ്റും, റോയൽറ്റി നമുക്ക് കാത്തുവെക്കാൻ പറ്റില്ല. ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. ഇൻവെസ്റ്റ്മെന്റ്സ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഷെയർസ് ഓഫ് എ കമ്പനി എക്സെട്ര. ദേ ആർ ഷോൺ അറ്റ് കോസ്റ്റ് പ്രൈസ്. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ ബാക്കി വരില്ല. നമ്മൾ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ലാഭം നമുക്കുണ്ട്. നമ്മൾ ബിസിനസ്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പൈസ നമ്മൾ മറ്റു കമ്പനികളുടെ ഷെയറിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ല മറ്റു ഗവൺമെന്റിന്റെ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ഉണ്ടാവും. ഗവൺമെന്റ് കടപ്പത്രങ്ങളൊക്കെ ഇറക്കും. അപ്പോൾ അത്രയും ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ബിസിനസ്സിന് പുറമെ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പറയാം. അപ്പോൾ നമ്മളത് ചിലപ്പോൾ ലോങ് ടേമിലേക്ക് ആയിട്ടാവും, ചിലപ്പോൾ ഷോർട്ട് ടേം ആവാം. ഇപ്പോൾ ലോങ് ടേം 5 years 10 years ഒക്കെ നമ്മൾ ബാങ്ക് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ 5 വർഷത്തേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് 5 വർഷം കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ഔട്ട്സൈഡ് ദ ബിസിനസ്സിന് പുറത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് കോൾഡ് ഇൻവെസ്റ്റ്മെന്റ്. നെക്സ്റ്റ് വരുന്നത് ലോങ് ടേം ലയബിലിറ്റീസ് ആണ്. ലയബിലിറ്റീസ് അതർ ദാൻ കറന്റ് ലയബിലിറ്റീസ്. ഇപ്പം കറന്റ് ലയബിലിറ്റീസ് അല്ലാതെ എല്ലാ ലയബിലിറ്റീസും നമ്മൾ ചെയ്യും ലോങ് ടേം ലയബിലിറ്റീസ് വിച്ച് ആർ പേയബിൾ ആഫ്റ്റർ 1 year ഓഫ് ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് ഡേറ്റ് ഇപ്പോൾ നമ്മൾ മാർച്ച് 30 അവസാനിക്കുന്നെങ്കിൽ ആ ഒരു വർഷത്തിന് ശേഷം അല്ല, ഒരു വർഷത്തിൽ കൂടുതൽ കാലാവധിയുള്ള എല്ലാ ലയബിലിറ്റീസും നമ്മൾ എന്ത് ചെയ്യും, ലോങ് ടേം ലയബിലിറ്റീസ് വരും. ഇപ്പോൾ ലയബിലിറ്റീസ് വിച്ച് ആർ പേയബിൾ ആഫ്റ്റർ 1 year അല്ല, ഒരു വർഷത്തിൽ കൂടുതൽ കാലാവധി. ഇപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് 10 വർഷത്തേക്ക് ലോൺ എടുക്കുന്നത്, അപ്പോൾ 10 വർഷം കൂടെ നമ്മൾ തിരിച്ചടച്ചാൽ മതി അല്ല. അങ്ങനെയുള്ള ലയബിലിറ്റീസിനാണ് പറയുക ലോങ് ടേം ലയബിലിറ്റീസ് ആണ്. നെക്സ്റ്റ് ക്യാപിറ്റൽ. നമുക്കറിയാം എന്താണ് ക്യാപിറ്റൽ. Capital means the money invested by the owner of the business. Is the amount originally contributed by the proprietor or owner of the business. ഇപ്പോൾ ബിസിനസിന്റെ ഉടമസ്ഥൻ യഥാർത്ഥത്തിൽ കൊണ്ടുവരുന്ന തുകയാണ് നമ്മൾ പറയുക ക്യാപിറ്റൽ എന്ന് പറയുക. അത് മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം, ഇറ്റ് ഈസ് എക്സസ് ഓഫ് അസറ്റ്സ് ഓവർ ലയബിലിറ്റീസ്. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചില്ലേ, അസറ്റ്സ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്. ആ ഇക്വേഷൻ നമുക്ക് എന്താ ഒന്ന് മാറ്റി എഴുതാം. ക്യാപിറ്റൽ ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ്. ഇപ്പോൾ ക്യാപിറ്റൽ ആണ് അസറ്റ്സ് ഓവർ ലയബിലിറ്റീസ്. അപ്പോൾ അസറ്റിനേക്കാൾ ലയബിലിറ്റീസിനേക്കാളും എത്ര കൂടുതൽ ആസ്തികളുണ്ടോ കൂടുതലായിട്ട് വരുന്ന ആസ്തികളെ നമ്മൾ പറയാം ക്യാപിറ്റൽ എന്ന് പറയാം. അങ്ങനെയും പറയാം. പിന്നെ ക്യാപിറ്റൽ ഈസ് ദ എക്സസ് ഓഫ് അസറ്റ്സ് ഓവർ ലയബിലിറ്റീസ് ഡ്യൂ ടു ഔട്ട്സൈഡേഴ്സ്. ഇപ്പോൾ ഔട്ട്സൈഡേഴ്സിനുള്ള ബാധ്യതയേക്കാൾ കൂടുതലായിട്ട് വരുന്ന ആസ്തികളെ നമ്മൾ എന്ത് ചെയ്യാം ക്യാപിറ്റൽ എന്ന് പറയാം. മറ്റൊരു രീതിയിൽ പറയാം, ഈസ് എ മണി ഓർ മണീസ് വർത്ത് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ ഓണർ ഓഫ് ദ ബിസിനസ്. പണമോ പണത്തുല്യമായ വസ്തുക്കളോ ബിസിനസ്മാൻ കൊണ്ടുവരികയാണ്, അതിനെ നമ്മൾ എന്താ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്താണ്, എമൗണ്ട് വിഡ്രോൺ ബൈ പ്രൊപ്പറേറ്റർ ഫ്രം ദ ബിസിനസ്. ബിസിനസ്മാൻ കൊണ്ടുവരുന്ന പൈസക്ക് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയും. അതുപോലെ തന്നെ എന്താണ് പൈസ ബിസിനസ്സിന് വിഡ്രോ ചെയ്യുകയാണ്, ദാറ്റ് ഈസ് കോൾഡ് ഡ്രോയിങ്സ്. റെഡ്യൂസിങ് ദ ബാലൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഡ്രോയിങ്സിന്റെ ആകുമ്പോൾ ക്യാപിറ്റലിന്റെ ബാലൻസ് കുറയും. അതായത് അയാൾ കൊണ്ടുവന്ന പൈസ അയാൾ തിരിച്ചു വെക്കണം. അപ്പോൾ തിരിച്ചു ഓട്ടോമാറ്റിക് എന്താവും ക്യാപിറ്റലിന്റെ ബാലൻസ് കുറയും. ഇപ്പോൾ ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിങ് ഇറ്റ്സ് ബാലൻസ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് നമ്മൾ വർഷത്തിന്റെ അവസാനം ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് കുറയുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു, ക്യാപിറ്റൽ അക്കൗണ്ട് കുറയുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യും, ഡെബിറ്റോ ക്രെഡിറ്റോ, ഡെബിറ്റ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റോ, ഡ്രോയിങ്സ് അക്കൗണ്ട് ക്രെഡിറ്റ്. ഒരു വർഷത്തിന്റെ അവസാനം എത്ര പ്രാവശ്യം ആരും വിഡ്രോ ചെയ്യുന്നു, ആ വിഡ്രോ ചെയ്ത എമൗണ്ട് ഒക്കെ എന്ത് ചെയ്യും ക്യാപിറ്റലിന് ലെസ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഡ്രോയിങ്സ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ നോക്കാം ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് നമുക്ക് രണ്ട് സൈഡാണ് പറഞ്ഞത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് കോൾഡ് ലയബിലിറ്റീസ് സൈഡ്. ഇപ്പോൾ ലയബിലിറ്റി സൈഡ് നമ്മൾ ലയബിലിറ്റീസും ക്യാപിറ്റലാണ് എടുക്കുന്നത്. ലയബിലിറ്റീസ് ഇപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ആദ്യം കറന്റ് ലയബിലിറ്റീസ് എടുക്കാം,
ഇനി അവസാനം ലോങ് ടേം ലയബിലിറ്റീസ് അല്ല ഫിക്സഡ് ലയബിലിറ്റീസ് എടുക്കാം. നമ്മൾ അസറ്റ് സൈഡ് ആദ്യം കറണ്ട് അസറ്റ്സ് എടുക്കുന്നു, ലാസ്റ്റ് ഫിക്സഡ് അസറ്റ്സ് എടുക്കും. തിരിച്ചു എടുക്കാം, ആദ്യം ഫിക്സഡ് അസറ്റ് എടുക്കാം, അവസാനം എന്ത് ചെയ്യാം കറണ്ട് അസറ്റ് എടുക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇതിപ്പോൾ നമ്മൾ ആദ്യം കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ലയബിലിറ്റീസ് ആയി നമ്മൾ നോക്കാം. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്, ഷോർട്ട് ടേം ലോൺസ്, ഇതൊക്കെ കറണ്ട് ലയബിലിറ്റീസ് ആണ്. പിന്നെ ലോങ് ടേം ലോൺസ് ലോങ് ടേം ലയബിലിറ്റി ആണ്. ലാസ്റ്റ് ആണ് ക്യാപിറ്റൽ എടുക്കുന്നത്. ക്യാപിറ്റൽ കൂടെ ആഡ് പ്രോഫിറ്റ്, ലാഭമാണെങ്കിൽ ക്യാപിറ്റൽ കൂടെ ആഡ്. നമ്മൾ നേരത്തെ ആദ്യം എന്ത് ചെയ്യും, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചെയ്യും. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കിട്ടും. അപ്പോൾ അവിടെ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യണം, ഇവിടെ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ലഭിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യണം. നെറ്റ് ലോസ് ആണെന്ന് എന്ത് ചെയ്യുക, ക്യാപിറ്റലിന് ലെസ് ചെയ്യണം. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ ഡ്രോയിങ്സ് പറഞ്ഞു. ഡ്രോയിങ്സിന് ക്യാപിറ്റൽ എന്താണെന്ന് പറഞ്ഞു, കൂടെ പറയുമോ? പറയും. അപ്പോൾ പറയുമ്പോൾ ഡ്രോയിങ്സ് എന്ത് ചെയ്യണം, ക്യാപിറ്റലിനകത്ത് ലെസ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ ആഡ് പ്രോഫിറ്റ് ലെസ് ഡ്രോയിങ്സ് എന്ന് കൂടി വരും. ഡ്രോയിങ്സ് വരികയാണ്, ഡ്രോയിങ്സ് കൂടി വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റിനകത്ത് ഡ്രോയിങ്സ് വരികയാണ്, നമ്മൾ ക്യാപിറ്റലിനകത്ത് ഡ്രോയിങ്സ് മൈനസ് ചെയ്യണം. ഈ അസറ്റ് സൈഡിൽ നമ്മൾ കറണ്ട് അസറ്റ് ഏറ്റവും കറണ്ട് അസറ്റ് ആയിട്ടുള്ളത് ക്യാഷ് ആണ്. ആദ്യം ക്യാഷ് ഇൻ ക്യാഷ് എടുക്കുന്നു, ദെൻ ക്യാഷ് ഇൻ ബാങ്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, സൺട്രി ഡെറ്റേഴ്സ്, ഇതൊക്കെയാണ് നമ്മുടെ കറണ്ട് അസറ്റ്സ്. അപ്പോൾ എല്ലാ കറണ്ട് അസറ്റ്സ് ആദ്യം എടുക്കുന്നു. ദെൻ ഫേർണിച്ചർ, ഗുഡ് വില്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, എല്ലാം ഫിക്സഡ് അസറ്റ് എടുക്കാം. അപ്പോൾ ഈ എമൗണ്ട് ഒക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം രണ്ട് സൈഡും എന്ത് ചെയ്യണം, ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് എന്താ നോ ഡിഫറൻസ്, രണ്ട് ഭാഗം തമ്മിൽ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. രണ്ട് ഭാഗം എന്തായിരുന്നു, തുല്യമായിട്ട് വരണം. കാരണം അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഒരു സൈഡിൽ അസറ്റ്സ് ആണ്, മറ്റേ സൈഡിൽ ക്യാപിറ്റലും ലയബിലിറ്റീസ്. അപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ക്യാപിറ്റലും ലയബിലിറ്റീസും കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള അസറ്റ്സ് തുല്യമായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് വരും. ഓക്കെ, ഇനി നോക്കാം മാർഷലിംഗ് ആൻഡ് ഗ്രൂപ്പിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. നമ്മൾ അസറ്റ്സും ലയബിലിറ്റീസും എന്താ അറേഞ്ച് ചെയ്യുന്ന രീതി, അറേഞ്ച്മെന്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ എ പർട്ടിക്കുലർ ഓർഡർ ഈസ് നോൺ ആസ് മാർഷലിംഗ്. ആ ഒരു രീതിക്ക് നമ്മൾ പറയുന്ന പേരാണ് മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് മീൻസ് എന്താണ്, അറേഞ്ച്മെന്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ എ പർട്ടിക്കുലർ ഓർഡർ. ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് അസറ്റ്സ് ആദ്യം കാണിക്കാം, ഫോളോഡ് ബൈ ഫിക്സഡ് അസറ്റ്സ്. ഇത് തിരിച്ചെന്ത് ചെയ്യാം, ആദ്യം ഫിക്സഡ് അസറ്റ് കാണിക്കാം, ദെൻ കറണ്ട് അസറ്റ് കാണിക്കാം. ആ ഒരു പ്രത്യേക ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണ്. ആ അറേഞ്ച് ചെയ്യുന്ന ഒരു രീതിക്കാണ് നമ്മൾ പറയുന്ന പേരാണ് മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. നോക്കൂ, ഒന്ന് ഇൻ ദി ഓർഡർ ഓഫ് പെർമനൻസ്. എന്താ പെർമനന്റ് എന്ന് പറഞ്ഞാൽ, പെർമനന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, പെർമനന്റ് മീൻസ് സ്ഥിരമായത് അല്ലേ. അപ്പോൾ സ്ഥിരമായ സാധനം ആദ്യം കാണിക്കാം. അപ്പോൾ സ്ഥിരമായ അർത്ഥം മോസ്റ്റ് പെർമനന്റ് അസറ്റ്സ് ഓർ ലയബിലിറ്റീസ് പുട്ട് ഓൺ ദ ടോപ്പ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും പെർമനന്റ് ആയിട്ടുള്ള അസറ്റ്സ്, ഇപ്പോൾ അസറ്റ്സ് ഏതാണെങ്കിൽ ഏറ്റവും പെർമനന്റ് ആയിട്ടുള്ള അസറ്റ്സ് ആദ്യം കാണിക്കാം. അപ്പോൾ നമ്മൾ ബിൽഡിങ്, ലാൻഡ്, ഫേർണിച്ചർ, ഇതൊക്കെയാണ് എന്ത് ചെയ്യുക ഫിക്സഡ് അസറ്റ്. അപ്പോൾ ആദ്യം ഫിക്സഡ് അസറ്റ് എടുക്കുന്നു, അതിനുശേഷം കറണ്ട് അസറ്റ്സ് എടുക്കുക, ഏറ്റവും അവസാനം എന്താ ക്യാഷ് ഇൻ വരും. ഇപ്പോൾ ഏറ്റവും ഫിക്സഡ് ആയിട്ടുള്ള അസറ്റ്, ഏറ്റവും പെർമനന്റ് ആയിട്ടുള്ള അസറ്റ് ആദ്യം എടുക്കുന്നു, അതിനെ ഫോളോ ചെയ്തുകൊണ്ട് കറണ്ട് അസറ്റ്സ് എടുക്കുക. ഏറ്റവും കറണ്ട് ആയിട്ടുള്ള ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് ഏറ്റവും അവസാനം കഴിക്കും. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് ഏറ്റവും അവസാനം വരും. ഏറ്റവും ആദ്യം ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, അങ്ങനെ സൺട്രി ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ക്യാഷ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, ആ ഒരു രീതിയിലായിരിക്കും. അതുപോലെ തന്നെ ലയബിലിറ്റി സൈഡിൽ അതൊക്കെ എന്താണ്, ലയബിലിറ്റി സൈഡിൽ എന്ത് ചെയ്യണം, ലയബിലിറ്റീസ് ഫിക്സഡ് ലയബിലിറ്റീസ് ആദ്യം എടുക്കും. അപ്പോൾ ഏറ്റവും ഫിക്സഡ് ആയിട്ടുള്ള ലയബിലിറ്റീസ് എന്താണ്, ഏറ്റവും ഫിക്സഡ് ആയിട്ടുള്ള ലയബിലിറ്റീസ് എടുക്കും ക്യാപിറ്റൽ അല്ലേ. ക്യാപിറ്റലാണ് ഏറ്റവും അവസാനം തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ക്യാപിറ്റലാണ് ഏറ്റവും ആദ്യം എടുക്കാം. പിന്നെ അതിനുശേഷം ലോങ് ടേം ലയബിലിറ്റീസ് എടുക്കാം, പിന്നെ ഷോർട്ട് ടേം ലയബിലിറ്റീസ്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതാണ് ഓർഡർ ഓഫ് പെർമനൻസ്, പെർമനൻസിൻ്റെ അടിസ്ഥാനത്തിൽ, സ്ഥിരതയുടെ അടിസ്ഥാനത്തിൽ. ഇപ്പോൾ സ്ഥിരമായ ആസ്തികളും ബാധ്യതകളും ആദ്യം കാണിക്കും, അസ്ഥിരമായ ആസ്തികളും ബാധ്യതകളും അവസാനം കാണിക്കാം. രണ്ടാമത്തത് ഇൻ ദി ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ആണ്. ലിക്വിഡിറ്റി മീൻസ് എന്താണ്, ദി എബിലിറ്റി ഓഫ് എൻ അസറ്റ് ടു ചേഞ്ച് ഇൻ ടു ക്യാഷ്. ഒരു അസറ്റിനെ നമുക്കറിയാം, അല്ല ഒരു ആസ്തിയെ എന്ത് ചെയ്യാം, ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന രീതി അല്ലെങ്കിൽ അതിൻ്റെ കഴിവിനെ നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയാം. ഇപ്പോൾ ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് ആയിരിക്കും
ക്യാഷ്. വെരി ഗുഡ്. ക്യാഷ് ഇൻ ഹാൻഡ് അല്ലേ. നെക്സ്റ്റ് ഏത് വരും? ക്യാഷ് ഇൻ ഹാൻഡ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും. ഇവിടെ നിന്ന് ക്യാഷ് എടുക്കുക ആദ്യം, പെട്ടെന്ന് പിന്നെ അടുത്ത് ബാങ്ക്, ക്യാഷ് ബാങ്ക്. വെരി ഗുഡ്. ക്യാഷ് ബാങ്ക് അല്ലെ. പിന്നെ ഡെറ്റേഴ്സ്, സ്റ്റോക്ക് ഇങ്ങനെ വരും. അപ്പൊ നമ്മൾ ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് ആദ്യം കാണിക്കാം. ഇപ്പൊ ലെസ് പെർമനന്റ് അസറ്റ്, അതായത് പെർമനന്റ് അല്ലാത്ത അസറ്റ് ഓർ ലയബിലിറ്റീസ് പുട്ട് ഓൺ ദ ടോപ്പ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? പെർമനന്റ് അല്ലാതെ, ഏറ്റവും പെർമനന്റ് അല്ലാതെ ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് ആദ്യം കാണിക്കാം, അല്ലെങ്കിൽ ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള ലയബിലിറ്റീസ് ആദ്യം കാണിക്കാം. And thereafter the assets are arranged in the reducing level of liquidity. ഇപ്പൊ ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് ആദ്യം കാണിക്കുന്നു, ലിക്വിഡിറ്റി കുറഞ്ഞ അസറ്റ് അവസാനം കാണിക്കും. ഇപ്പൊ ലാൻഡ്, ബിൽഡിംഗ്, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് എന്താ പറ്റില്ല, വിൽക്കാൻ പറ്റില്ല, ടൈം എടുക്കും. അപ്പൊ അങ്ങനെയുള്ള അസറ്റ് നമ്മൾ അവസാനം കാണിക്കാം. ലയബിലിറ്റീസ് എടുക്കുകയാണെങ്കിലോ നമ്മൾ ഏറ്റവും പെട്ടെന്ന് തിരിച്ചു കൊടുക്കേണ്ട ലയബിലിറ്റീസ് ഏതാണോ അത് ആദ്യം കാണിക്കാം. ഇമ്മീഡിയറ്റ് ആയിട്ട് തിരിച്ചു കൊടുക്കേണ്ട ലയബിലിറ്റീസ് ഉണ്ടാവും അല്ലെ. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഇതൊക്കെയാണ് എന്ത് ചെയ്യുക? കറണ്ട് ലയബിലിറ്റീസ് വരിക. അപ്പൊ അത് പെട്ടെന്ന് തിരിച്ചു കൊടുക്കുക. ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കേണ്ട ആസ്തികളൊക്കെ ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കേണ്ട എല്ലാ ബാധ്യതകളും എന്ത് ചെയ്യാം? ആദ്യം കാണിക്കുന്നു. ഇനി എന്ത് ചെയ്യാം? പെർമനന്റ് ആയിട്ടുള്ള ബാധ്യതകൾ ലാസ്റ്റ് ആണ്. ഇപ്പൊ ലോങ് ടേം ലോൺസ്, അപ്പൊ ഏറ്റവും അവസാനം ഒരു ക്യാപിറ്റൽ വരും. ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാണ്. ദാറ്റ് ഈസ് കോൾഡ് ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. അപ്പൊ രണ്ട് രീതിയിൽ നമ്മൾ അറേഞ്ച്, ഒന്ന് ഓർഡർ ഓഫ് പെർമനൻസും ഒന്ന് ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയും. ഇനി ഗ്രൂപ്പിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റിനും ലയബിലിറ്റീസ് നമ്മൾ ഗ്രൂപ്പായി തിരിക്കുകയാണ്. പുട്ടിംഗ് ടുഗദർ ഐറ്റംസ് ഓഫ് സിമിലർ നാച്ചർ അണ്ടർ എ കോമൺ ഹെഡിങ്. ഇപ്പൊ ബാലൻസ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ക്യാഷ്, ബാങ്ക്, ഡെറ്റേഴ്സ് ഒക്കെ are shown under the heading current assets. അപ്പോൾ നമ്മൾ ഒരു ഹെഡിങ്ങിൽ കൊടുക്കുക. കറന്റ് അസറ്റ്സ് എന്ത് ചെയ്യാം? താഴെ എല്ലാ കറന്റ് അസറ്റ്സും കാണിക്കാം, ഫിക്സഡ് അസറ്റിന് കാണിക്കാം, അതിന് താഴെ എന്ത് ചെയ്യാം? എല്ലാ ഫിക്സഡ് അസറ്റിനും കാണിക്കാം, അല്ലെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് കാണിക്കാം, അതിന് താഴെ എന്ത് ചെയ്യാം? എല്ലാ ഇൻടാഞ്ചിബിൾ അസറ്റ്സും കാണിക്കാം. അതേപോലെ ലയബിലിറ്റീസ് എന്താണ്? കറന്റ് ലയബിലിറ്റീസ് എന്ത് ചെയ്യാം? ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഒക്കെ കാണിക്കാം. ലോങ് ടേം ലയബിലിറ്റീസ്, ലോങ് ടേം ലോൺ, ഡിബെഞ്ചേഴ്സ് ഒക്കെ കാണിക്കാം. അപ്പൊ അത് അങ്ങനെ ഒരേ സ്വഭാവമുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഒരു ഗ്രൂപ്പിന്റെ കീഴിൽ അറേഞ്ച് ചെയ്യുന്നതാണ് നമ്മൾ ഗ്രൂപ്പിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കോ, ഇപ്പൊ ഒരു വർഷം അവസാനം നമ്മൾ ഈ ഒരു വർഷം നമ്മുടെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും അസറ്റ്സും ലയബിലിറ്റീസും ക്യാപിറ്റലും ബാക്കിയുണ്ടാവും. ഇത് ഈ അക്കൗണ്ട് തന്നെ നമ്മൾ അടുത്ത വർഷത്തേക്കും ഉപയോഗിക്കേണ്ടത്. ഇതേ ആസ്തികൾ, അല്ലെ ഇതേ അസറ്റാണ്, ഇപ്പൊ ഇതേ മെഷീനറി ആണ്, ഇതേ ലാൻഡാണ്, ഇതേ ഫണ്ടാണ് അടുത്ത വർഷം ഉപയോഗിക്കാം. അതുപോലെ നേരത്തെ ഉണ്ടായ കടകൾ അല്ലെ ലയബിലിറ്റീസ്, അതും അടുത്ത വർഷം ഉണ്ടാവും. ആ ലയബിലിറ്റീസ് അവിടെ കൊടുത്തിരുന്നത് വരെ തീരാത്തോളം കാലം നമ്മുടെ ബാധ്യതയാണ് അല്ലെ. കൊടുത്തു തീരാത്തോളം കാലം എന്താണ്? അത് നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ നമ്മൾ ഒരു വർഷത്തെ ക്ലോസിംഗ് ഡേറ്റ് ഉണ്ടാകുന്ന എല്ലാ അസറ്റുകളും ലയബിലിറ്റീസും എന്ത് ചെയ്യും? അടുത്ത വർഷത്തെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ എഴുതുന്ന ഒരു ജേർണൽ എൻട്രി ഒക്കെ പറയുന്നതാണ് ഓപ്പണിംഗ് എൻട്രി. The balance sheet of an accounting period becomes the opening trial balance of next accounting period. അപ്പോൾ അടുത്ത വർഷം എന്താണ്? ട്രയൽ ബാലൻസ് ആയിട്ട് മാറുകയാണ്. ഇവിടെ നമ്മൾ എല്ലാ അസറ്റ്സും ഇപ്പൊ നെക്സ്റ്റ് ഇയറിൽ നമ്മൾ ആസ്തികൾ, അസറ്റിന് എന്ത് ബാലൻസ് ആണ് പറഞ്ഞത്? അസറ്റ് ഷോസ് ഡെബിറ്റ് ബാലൻസ് ഓർ ക്രെഡിറ്റ് ബാലൻസ്? ഡെബിറ്റ് ബാലൻസ്. അപ്പൊ എല്ലാ അസറ്റിനും നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ലയബിലിറ്റി ഷോസ് എന്ത് ബാലൻസാ? ക്രെഡിറ്റ് ബാലൻസ്. അപ്പൊ എല്ലാ ലയബിലിറ്റീസ് എന്ത് ചെയ്യാം? ക്രെഡിറ്റ് ചെയ്യാം. അതുപോലെ ക്യാപിറ്റലിനും എന്താണ്? ക്യാപിറ്റൽ ഓൾസോ ക്രെഡിറ്റ് ബാലൻസ് അല്ലേ. അപ്പൊ നമ്മൾ ഒരു വർഷത്തിന്റെ അവസാനം ഉണ്ടാകുന്ന അസറ്റ്സും ലയബിലിറ്റീസും ക്യാപിറ്റലും അടുത്ത വർഷത്തെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു എൻട്രി ചെയ്യുകയാണ്. ആ എൻട്രിക്ക് പറയുന്ന പേരാണ് ഓപ്പണിംഗ് എൻട്രി. അപ്പോൾ ഓപ്പണിംഗ് എൻട്രി ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം ക്ലോസിംഗ് ഡേറ്റിൽ ഉണ്ടായ എല്ലാ അസറ്റ്സും എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുന്നു. അതുപോലെ എല്ലാ ലയബിലിറ്റീസും ക്യാപിറ്റലും ക്രെഡിറ്റ്. അപ്പോൾ ഞാൻ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് ടു ലയബിലിറ്റീസ് അക്കൗണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത വർഷത്തെ അക്കൗണ്ടിലേക്ക് കൊണ്ടു വരും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടാകുന്ന ലാസ്റ്റ് ഇയറിൽ ഉണ്ടായിട്ടുള്ള ആസ്തികളും ബാധ്യതകളും അടുത്ത വർഷത്തെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എഴുതുന്ന ഒരു എൻട്രിയാണ് ഓപ്പണിംഗ് എൻട്രി. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ബാലൻസ് ഷീറ്റ് ബാക്കി പത്രം എങ്ങനെ തയ്യാറാക്കാം
എന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.